എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കപട മതേതരവാദികളെ കൊണ്ട് നമ്മുടെ കൊച്ചു കേരളം അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ജസ്ന സലീം എന്ന് പറയുന്നൊരു പെണ്ണ് കൃഷ്ണൻ്റെ പടവും വരച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയും അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇവളൊരു യഥാർത്ഥ കൃഷ്ണഭക്തി ആയിരുന്നുവെങ്കിൽ ഇവൾ ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇവളുടെ തട്ടമൊക്കെ ഊരി ഇവൾ ആയിരുന്ന ആ മുസ്ലിം മതത്തെ പറയിപ്പിക്കാതെ ആ മതത്തിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഇവൾക്ക് അങ്ങ് കൃഷ്ണഭക്തിയായിട്ട് ജീവിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അവളത് ചെയ്യാത്തത്? അവൾ അമ്പലത്തിൽ പോകുമ്പോഴും തട്ടമിട്ടെന്തിനാണ് കൃഷ്ണഭക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അപ്പോൾ തന്നെ മനസ്സിലാക്കാം, അതിനകത്തെ കപടത നമ്മൾക്ക് മനസ്സിലാക്കാം. ഇവളൊരു യഥാർത്ഥ മുസ്ലിം സ്ത്രീ ആയിരുന്നുവെങ്കിൽ, മുസ്ലിം ഭക്തയായിരുന്നുവെങ്കിൽ ഇവൾ എന്ത് ചെയ്തേനെ? ഇവൾ ആ മുസ്ലിം മതത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അവരുടെ മതം പറയുന്നതിനനുസരിച്ച് ഇവൾ ജീവിക്കുമായിരുന്നു. ഇപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ആ മതത്തിലും താല്പര്യമില്ല, ഇവൾക്ക് ഹിന്ദു മതത്തിലും താല്പര്യമില്ല. ഇവൾക്ക് വേണ്ടത് കുറച്ച് കപടതയിൽ കുറച്ച് ഫെയിം ഉണ്ടാക്കിയെടുക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കിയെടുക്കുക എന്നതിൽ കവിഞ്ഞ് വേറൊരു ഉദ്ദേശവും ഇവൾക്കില്ല. ഇവള് ഒരു നല്ല ദിവസം തന്നെ അമ്പലത്തിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതുപോലെ തന്നെയാണ് കുറേ മതേതരവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവരാദ്യം സ്വന്തം മതത്തെ കുറ്റം പറഞ്ഞിറങ്ങും, അതിനുശേഷം ഇവർ അന്യരുടെ മതത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഇവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഫെയിം ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമാണ്, അല്ലാതെ വേറൊരു ഉദ്ദേശവും ഇവർക്കില്ല. ഇവർ വലിയ മതേതരവാദികളൊന്നുമില്ല. ഇനി ഒരു യഥാർത്ഥ മതേതരവാദി എവിടെയാണ് ജനിക്കുന്നത്? മതേതരവാദി എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന മതത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും മറ്റുള്ളവരുടെ മതങ്ങളെ ബഹുമാനിക്കുകയും അവരുടെ ആ ഒരു എന്താ പറയുക ആചാരങ്ങൾക്ക് നമ്മളാൽ തടസ്സം നിൽക്കാതെ അവർക്ക് ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മതേതരവാദികൾ എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ കടന്നോട് ആ മതങ്ങളെയും ഈ മതങ്ങളെയും കുറ്റം പറഞ്ഞ് ഞാൻ മതേതരവാദിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പക്ക കള്ളന്മാരും കള്ളത്തിമാരുമായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഒരു മതേതരവാദി ഉണ്ടാകുന്നത് അവനവനായിരിക്കുന്ന മതത്തിൽ വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ഒപ്പം മറ്റൊരു മതത്തെ അംഗീകരിക്കുകയും അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ മതേതരവാദി എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടോ പലർക്കും ആ ഒരു ബോധമില്ല. ഇങ്ങനത്തെ ഉഡായ്പ് കാണിച്ചുകൊണ്ട് നടക്കുന്ന, ഉഡായ്പ് മതേതരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരോട് ഭയങ്കര സ്നേഹവുമായിട്ടാണ് ഇപ്പം കുറേ പേര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഓർക്കുക, ഇങ്ങനെയുള്ളവരൊക്കെ കള്ളന്മാരും കള്ളത്തിമാരുമാണെന്നുള്ളത് മറന്നു പോകരുത്. കാരണം നമ്മൾക്കറിയാം, ഇപ്പം അമ്പലത്തിലൊക്കെ പോകണമെങ്കിൽ ഒരാൾക്ക് ചുമ്മാ അങ്ങ് ഓടിക്കയറാൻ പറ്റത്തില്ല. ആ ഒരു അമ്പലത്തിൽ ഒരു വ്യക്തി പോകുന്നതെന്ന് വെച്ചാൽ അവർ രാവിലെ കുളിച്ച് വൃത്തിയായി ഒക്കെയാണ് അവിടെ പോകുന്നത്. പിന്നെ രണ്ടാമത്തത് അവർ എന്താ പറയുക, പീരീഡ് ആയിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ അവർ പോകത്തില്ല. അങ്ങനെയുള്ള കുറേ ചിട്ടകൾ അതിനകത്തുണ്ട്. അപ്പം ഇതൊന്നും അറിയാതെ ഒരു അവിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തി ഇതൊക്കെ വെച്ചുകൊണ്ട് കുളിക്കാതെ പീരീഡും ഒക്കെ ആയിട്ട് അതിനകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അശുദ്ധമാകും. അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ മാനിക്കാൻ നമ്മളെപ്പോഴും ബാധ്യസ്ഥരാണ്. നമ്മൾ എന്തിനാണ് അവരുടെ വിശ്വാസത്തിന് എതിര് നിൽക്കുന്നത്? നമ്മൾക്ക് ചുമ്മാ കയറി ചെല്ലാനുള്ള ഒരു ഇടമല്ല. അവർ പരിപാവനമായി കൊണ്ട് നടക്കുന്ന ആ ഒരു ആലയത്തെ പരിപാവനമായി മറ്റുള്ളവരും കാണുക തന്നെ വേണം. അവിടെയാണ് നമ്മളുടെ മതേതരത്വം ഇരിക്കുന്നത്. അതുപോലെ മുസ്ലിം ചർച്ചുകളിലാണെങ്കിലും അവർ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ആണുങ്ങളാണെങ്കിലും അവർ കുളിച്ച് ശുദ്ധിയായി, ഇനി കുളിച്ചിട്ടല്ലെങ്കിൽ രാവിലെ എപ്പോഴെങ്കിലും കുളിച്ചിട്ടാണെങ്കിലും കൈയും മുഖവും കാലും പിന്നെ എന്താ പറയുക അവരുടെ എന്താ പറയുക പൊതുസ്ഥലങ്ങളുമായിട്ട് സമ്പർക്കം വരുത്തുന്ന അവരുടെ ബോഡിയിലെ എല്ലാ പാർട്സുകളും അവർ നല്ലപോലെ ക്ലീൻ ചെയ്ത് മുഖവും ചെവിയും കൈയും കാലും ഒക്കെ ക്ലീൻ ചെയ്താണ് അവർ ആ ചർച്ചിൻ്റെ അകത്തോട്ട് അവർ കയറുന്നത്. അതുകൂടാതെ അവരെന്താണ്, അവരൊരു എന്താ പറയുക സുന്നത്ത് നടത്താറുണ്ട്. ചെറുപ്പത്തിലെ സുന്നത്ത് നടത്തി അങ്ങനെയൊക്കെ അവർക്കും കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്. അങ്ങനെയാണ് അവർ ആ മുസ്ലിം ചർച്ചിനകത്തോട്ട് പോകുന്നത്. ഇനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ ചർച്ചിനകത്തോട്ട് പോകുന്നതിന് നിബന്ധനകളൊന്നുമില്ലെങ്കിലും അവിടുത്തെ പരിപാവനമായ കർത്തൃമേഷ, അതുപോലെ തന്നെ എന്താ പറയുക കുർബാന സ്വീകരണം, ഇതിനകത്തൊക്കെ പാലിക്കേണ്ട കുറേ നിബന്ധനകളുണ്ട്. അതും ഒക്കെ നമ്മൾ പാലിച്ചിരിക്കണം. അപ്പോൾ 3 മതം എടുത്താലും 3 മതത്തിനും അതിൻ്റേതായ ചട്ടകൂട്ടങ്ങളുണ്ട്. ആ ചട്ടകൂട്ടങ്ങളെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറായിട്ട് അവരെ ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് നമ്മൾ പുറകിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് എന്ത് പറയുന്നത്, മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ അവരുടെ ആരാധനാലയങ്ങളിൽ കയറി റീൽസ് എടുക്കുകയും അവരുടെ ആരാധനാലയങ്ങളിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ ആ ഒരു മതത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നവർ ഒരിക്കലും മതേതരവാദികളല്ല, അവർ മത തീവ്രവാദികളാണെന്ന് മറന്നു പോകരുത്. അങ്ങനെയുള്ളവരെ എവിടെ വെച്ച് കണ്ടാലും ചൂലും കൊണ്ട് അടിച്ച് ഓടിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം നമ്മൾ ആയിരിക്കുന്ന മതത്തിൽ നമ്മൾ വിശ്വസിക്കുകയും മറ്റുള്ള മതങ്ങളെ അംഗീകരിക്കുകയും മറ്റുള്ള മതങ്ങളിൽ ജീവിക്കുന്നവരെ മനുഷ്യന്മാരായി കണ്ട് അവരോട് മനുഷ്യത്വപരമായി പെരുമാറുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മതേതരവാദികളെന്ന് മറന്നു പോകരുത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.